ഹലോ ഗൈസ്, നമ്മളെ കയ്യിലൊരു പുതിയൊരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ട്. ആങ്കറിൻ്റെ 622 മാഗ്നറ്റിക് വയർലെസ് പവർ ബാങ്ക് ആണ് വരുന്നത്, 5000 mAh. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അൺബോക്സ് ചെയ്ത് അതിലെന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. പാക്കിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാ പവർ ബാങ്കിലുള്ള പോലെ തന്നെ കേബിൾ ഉണ്ടാവും, അതേപോലെ തന്നെ പവർ ബാങ്ക് ഉണ്ടാവും. ചാർജറൊന്നും എന്തായാലും ഒരു പവർ ബാങ്കിലും അവൈലബിൾ അല്ല, ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 year വാറണ്ടി വരുന്നുണ്ട്. അതേപോലെ തന്നെ ആപ്പിൾ അപ്രൂവ്ഡ് കമ്പനിയാണ് ആങ്കർ, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അകത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. പാക്കിങ് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു നോർമൽ ഒരു പാക്കിംഗ് ആണ്. എന്തായാലും സാധനം ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പോൾ MIയുടെ പവർ ബാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും നല്ല പാക്കിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ബോക്സും കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആങ്കറിൻ്റെ പവർ ബാങ്ക് സംഭവങ്ങളൊക്കെ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, വിശ്വസിച്ചെടുക്കാവുന്നതാണ്. എന്തായാലും യൂസർ മാനുവൽ സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൽ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് കാണിക്കുന്നത്. യൂസർ മാനുവലും ബുക്കും സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അതും പിന്നെ അതേപോലെ തന്നെ ഒരു കാർഡും വരുന്നുണ്ട്. ഗെറ്റ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡ് ഇതിൽ പറയുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് വരുന്നത് 12 സീരീസ് മുതൽ അതിൻ്റെ മുകളിലേക്കുള്ള എല്ലാ ഫോണിലും സപ്പോർട്ട് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് ഒരു PD to PD കേബിളാണ്, അതായത് Type C to Type C കേബിളാണ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, പവർ ബാങ്ക് ഒന്ന് എടുത്ത് നോക്കാം. ഒരു രക്ഷയില്ല, ലുക്ക് വൈസ് സംഭവങ്ങളും അതേപോലെ തന്നെ നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പവർ ബാങ്കാണ്. 5000 mAh ആണ് വരുന്നത്. ഒരു 1 time ചാർജിങ് നടക്കുള്ളൂ. വയർലെസ് ആയിട്ടും അതേപോലെ തന്നെ കേബിളായിട്ടും നമുക്ക് ഒരേ ടൈം ചാർജ് ചെയ്യാം, 2 ഡിവൈസ് ചാർജ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിതൊരു സ്റ്റാൻഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മാഗ്നറ്റിക് ആണ് ഫുള്ള് വരുന്നത്. അതേപോലെ തന്നെ ഒരു പോർട്ടാണ് വരുന്നത്, Type C പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പവർ ബാങ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റാൻഡ് പോലെ ഉപയോഗിക്കാൻ പറ്റും. ബാക്കിൽ നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട്, ഓൺലി ഐഫോണാണ്, ഐഫോണിൽ മാത്രമേ, അതായത് 12 സീരീസ് മുതൽ അതിന് മുകളിലേക്കുള്ള എല്ലാത്തിലും നമുക്ക് എന്ത് ചെയ്യാം, മാഗ്സേഫായിട്ട് ഉപയോഗിക്കാം. മാഗ്സേഫ് കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് മാഗ്നറ്റിക് സപ്പോർട്ടാവും. അതേപോലെ തന്നെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതായാലും അടുത്ത പ്രൊഡക്റ്റുമായി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.